നമസ്കാരം. KSRTC ബസ്സിൽ ഈ വരുന്ന 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രകൾ അനുവദിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ കേട്ട് കാണുമല്ലോ. എന്നാൽ മിക്ക സ്ത്രീകൾക്കുമുള്ളൊരു സംശയമാണ്, ഇത്രയധികം KSRTC ബസ്സുകൾ ഓടുന്നവയിൽ എങ്ങനെയാണ് ഈ ഓർഡിനറി ബസ്സുകൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KSRTCയുടെ ഓർഡിനറി ബസ്സുകൾ കണ്ടെത്തുക എന്നുള്ളത് നമുക്കൊരു 3 രീതിയിൽ ഇവയെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോർഡിൽ തന്നെ അവ പ്രദർശിപ്പിച്ചിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആ ബസ് എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്നുള്ള വിവരങ്ങൾ എഴുതിയിരിക്കുന്ന ബോർഡിൽ തന്നെ ഓർഡിനറി എന്ന് അവയെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൽ തന്നെ ഓർഡിനറി എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് നമുക്കിതിനെ കണ്ടെത്താൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേണാട് ബസ്സുകൾ, അതായത് വെള്ളയിൽ നീല പെയിൻറ്റുകൾ അടിച്ച ബസ്സുകൾ മിക്കവയും ഓർഡിനറി ബസ്സുകളായിരിക്കും. പിന്നെ പഴയ നമ്മുടെ KSRTC ബസ്സുകൾ, അവ റെഡിൽ മഞ്ഞ വരകളുള്ള ബസ്സുകളെല്ലാം തന്നെ പഴയ മോഡൽ ബസ്സുകളെല്ലാം തന്നെ ഓർഡിനറി ബസ്സായിരിക്കും. ഇനി മൂന്നാമതായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഈ ഓർഡിനറി ബസ്സുകൾക്ക് എല്ലാ സ്റ്റോപ്പുകളിലും അവയ്ക്ക് സ്റ്റോപ്പുണ്ടോ എന്നുള്ളതാണ്. അവിടെ ആളെ ഇറക്കാനും അവിടുന്ന് ആളെ കയറ്റാനും ഈ ഓർഡിനറി ബസ്സുകൾക്ക് സാധിക്കും. എല്ലാ സ്ഥലങ്ങളിലും അവയ്ക്ക് സ്റ്റോപ്പുണ്ട് എന്നുള്ളതാണ്. ഈ 3 രീതിയിലാണ് നമുക്ക് ഓർഡിനറി ബസ്സുകൾ കണ്ടെത്താൻ സാധിക്കുന്നത്. പിന്നെ ഇനി പ്രായമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ബസ് വരുമ്പോൾ ബസ്സിൽ ഉള്ളവരോട് ചോദിച്ചാൽ മതി, ഓർഡിനറി ബസ്സാണോ എന്ന് ചോദിച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ KSRTC ബസ്സുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവയുടെ മിക്ക ബോർഡിലും അതേ പല അക്ഷരങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന കാണാം. SP എന്ന് എഴുതിയിരിക്കുന്ന കാണാം, സൂപ്പർ ഫാസ്റ്റ്. അതുപോലെ തന്നെ TT എന്ന് എഴുതിയിരിക്കുന്ന കാണാം, ടൗൺ ടു ടൗൺ. LS എന്നുള്ള ബോർഡുകൾ, അവ മിക്കവും എല്ലാവർക്കും അറിയാം, ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നുള്ള. ഇങ്ങനെ പല അക്ഷരങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു 2 അക്ഷരങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു വട്ടത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചിലയിടത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന് ചില ബസ്സിൻ്റെ ഗ്ലാസ്സിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈ ഓർഡിനറി ബസ്സുകളിൽ ഓർഡിനറി എന്ന് തന്നെ അവ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഷോർട്ട് ഫോമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഓർഡിനറി എന്ന് തന്നെ അവ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ഒരു പദ്ധതിക്ക് പ്രിയദർശിനി എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ട് KSRTCക്ക് 60 കോടിയോ തൊട്ട് 70 കോടിയോളം രൂപ നഷ്ടം സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. പ്രതിവർഷം ഒരു 800 കോടിയോളം രൂപ ഈ ഒരു നഷ്ടം KSRTCക്ക് സംഭവിക്കും. ഈ ഒരു നഷ്ടം സംഭവിക്കുന്ന തുക സർക്കാർ KSRTCക്ക് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ KSRTC ബസ്സിൽ കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ ആയിട്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു കണക്കെടുപ്പ് നടത്തിയായിരുന്നു. KSRTCയിൽ എന്തുമാത്രം സ്ത്രീകൾ യാത്ര ചെയ്യുന്നുള്ള ഈ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അതല്ല. എന്ന് വെച്ചാൽ ഈ ഒരു സൗജന്യ യാത്ര വരുന്നത് കൊണ്ട് മറ്റു പ്രൈവറ്റ് ബസ്സുകളിലുള്ള യാത്രക്കാരും ഈ ഒരു ഓർഡിനറി ബസ്സിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അവർ വരും. അപ്പോൾ എന്നാണേലും ഈ ഓർഡിനറി ബസ്സിൽ ഒരു തിരക്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മിക്കവരും തിരക്കൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് പ്രത്യേകിച്ച് ജോലിയോ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ചിലപ്പോൾ ഓർഡിനറി ബസ്സുകൾ തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യാനുള്ള സാധ്യതയാണ് ഇനിയിപ്പോൾ കൂടുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും ഒരു 10% ആൾക്കാരെങ്കിലും KSRTCയിലോട്ട് ഇനി മാറാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഒരു പറഞ്ഞ കണക്കിലും അധികമായിരിക്കും KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം. അപ്പോൾ ആ ഒരു തുക എത്രയാണോ വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പൈസകൾ കൊടുക്കേണ്ടത്. അതുപോലെ ഒരു 100 ദിവസത്തോളം ഇപ്പോൾ ഈ ഓർഡിനറി ബസ്സിലെ ഈ സൗജന്യ യാത്ര അനുവദിച്ചതിൻ്റെ ഒരു പഠനം നടത്തിയതിന് ശേഷമായിരിക്കും മറ്റ് ബസ്സുകളിലേക്ക് വ്യാപിക്കണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ ഓർഡിനറി ബസ്സിൽ നല്ല തിരക്ക് കൂടുതലാണ്, യാത്ര ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കും മറ്റ് ബസ്സുകളിലേക്കും സൗജന്യ യാത്രകൾ അനുവദിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ തീരുമാനമെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും 2-3 പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചായിരുന്നു, ഈ ഓർഡിനറി ബസ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ള കാര്യം വെച്ച്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിപ്പം ചെയ്തത്. ഈ ഒരു മാർഗത്തിലൂടെ നിങ്ങൾക്ക് ഓർഡിനറി ബസ് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ സർക്കാരാണെങ്കിലും പറഞ്ഞു, ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ പഠനം നടത്തിയിട്ട് കുറച്ച് ദിവസങ്ങളിൽ അതിൻ്റെ ഒരു സ്റ്റഡിയൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും ബസ്സിൻ്റെ ഷോർട്ടേജ് ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക. ഈ സൗജന്യ യാത്ര നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമുണ്ടാകും, അതുപോലെ തന്നെ ഈ സൗജന്യ യാത്ര നൽകുമ്പോൾ
മറ്റ് പ്രൈവറ്റ് ബസ്സുകൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ബസ്സിലുണ്ടാകുന്ന തിരക്കുകൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ KSRTCയിൽ ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ എന്തു തന്നെയാണേലും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പദ്ധതി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ആരംഭിച്ച് 2 ദിവസം കഴിഞ്ഞേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ എത്രത്തോളം ഇത് പ്രാവർത്തികമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഇത് ശരിയായ രീതിയിലാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സൗജന്യ യാത്ര കൊണ്ട് ഒത്തിരി പേർക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. പ്രൈവറ്റ് ബസ്സുകാർക്കാണെങ്കിലും ഓട്ടോറിക്ഷക്കാർക്കാണെങ്കിലും അങ്ങനെ പലർക്കും ഈ ഒരു ഇതിൽ നിന്ന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും ഒത്തിരി യാത്രക്കാർ KSRTCയിലേക്ക് പോകും. അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടുന്ന ഓട്ടങ്ങളൊക്കെ ആണെങ്കിലും ഓട്ടോറിക്ഷക്കാർക്ക് ഒക്കെ നഷ്ടപ്പെടും. കൂടുതലും യാത്ര ബസ്സുകളിൽ ചെയ്യുന്നത് സ്ത്രീകളാണ്. കൂടുതലും പുരുഷന്മാർ കൂടുതലും ബൈക്കിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുമ്പോഴത്തേന് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രൈവറ്റ് ബസ്സിനെയും KSRTCയൊക്കെ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലും കൂടെ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ചെയ്യാം. ഇതിൻ്റെ സൗജന്യ യാത്ര തുടങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.